ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു പിസ്സ ഫ്രൈസ് ഉണ്ടാക്കിയാലോ? അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പൊട്ടറ്റോ പിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. പൊട്ടറ്റോ, ചിക്കൻ, ചില്ലി ഫ്ലേക്സ്, ചാട്ട് മസാല, ഒറിഗാനോ, സോൾട്ട്, മയണൈസ്, ടൊമാറ്റോ കെച്ചപ്പ്. ആദ്യം നമുക്ക് ഈ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ കുക്കറിൽ 2-3 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തതാണ്. ഇങ്ങനെ സ്മാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സി ഉപയോഗിച്ചാലും മതി. ഒരു ക്രീമി ടെക്സ്ചറായിരിക്കും നമുക്ക് വേണ്ടുള്ള. കുറച്ച് ചിക്കനും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവിച്ചെടുത്താലും മതി, അതല്ല ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇതിനകത്ത് ഉപ്പും കുരുമുളകും മുളക് പൊടിയും ചേർത്താണ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിനുള്ളിലേക്ക് ഇതേന്നെല്ലാം കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് വേണ്ടുള്ളത്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സിമ്പിളായിട്ട് പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ടാക്കാം. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: പൊട്ടറ്റോ, ചില്ലി, മൈദ, സോൾട്ട്, കോൺഫ്ലോർ, സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്ക് മൈദയും കോൺഫ്ലോറും മുളക് പൊടിയും ആവശ്യമായ ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈസ് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ പൊട്ടറ്റോയിലും ആ കൂട്ട് നന്നായിട്ട് പിടിച്ചിരിക്കണം, എന്നാലേ നമുക്ക് നല്ല ക്രിസ്പി പൊട്ടറ്റോ ഫ്രൈസ് കിട്ടത്തുള്ളൂ. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാം. ഇട്ട പാടാതെ ഇളക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. പരുവായിട്ട് വരുമ്പോൾ അതെല്ലാം മുകളിലേക്ക് പൊന്തി വന്നോളും. ഫുൾ പൊട്ടറ്റോസ് നമുക്ക് ഇതേമാതിരി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തമ്മിൽ ഒട്ടുകയൊന്നുമില്ല, എല്ലാം വേറെ വേറെ ആയിട്ട് തന്നെ നിൽക്കും. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ഒന്ന് അറേഞ്ച് ചെയ്താലോ? അതിനാവശ്യമുള്ള സാധനങ്ങൾ: പൊട്ടറ്റോ ഫില്ലിംഗ്, മൊസറല്ല, ചാട്ട് മസാല, സോൾട്ട്, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, ടൊമാറ്റോ കെച്ചപ്പ്, ചിക്കൻ ഫ്രൈ, ഓയിൽ, മയണൈസ്, ഫ്രൈഡ് പൊട്ടറ്റോ. ഇനി കുറച്ച് വെജീസ് ആണ്: ക്യാപ്സിക്കം, ഓണിയൻ, സ്പ്രിംഗ് ഓണിയൻ. ഒലിവങ്ക ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ആദ്യം നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന പ്ലേറ്റിന് നടുവിലായിട്ട് പുറംവശ എണ്ണ തടക്കി ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പൊട്ടറ്റോ ഇതേമാതിരി ഒന്ന് അറേഞ്ച് ചെയ്യാം. കയ്യിൽ ഒട്ടുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ കയ്യിലൊന്ന് തൊട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേമാതിരി ഒന്ന് അറേഞ്ച് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കാം. ഇനി നമ്മൾ പൊട്ടറ്റോ ഫ്രൈസ് എല്ലാം ഇതേമാതിരി ഒന്ന് അറേഞ്ച് ചെയ്യണം. ഒരു കൂന മാതിരി നമ്മുടെ പൊട്ടറ്റോ ഫില്ലിങ്ങിൻ്റെ മുകൾ വശം വരെ മറിഞ്ഞ് നിൽക്കുന്ന പോലെ ഇതേമാതിരി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ആ ഗ്ലാസ് പതിയെ ഒന്ന് പൊന്തിച്ചു കൊടുക്കണം. പൊളിഞ്ഞു പോവുന്നില്ല. നമ്മൾ എണ്ണ തടവി കൊടുത്തതാണ് ഗ്ലാസിൻ്റെ പുറം വശത്ത്. ഓൾക്കാന പോലെ കിട്ടും അന്നേരം. നമ്മുടെ ഫില്ലിങ്സ് എല്ലാം അതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ചേർക്കാം. അതിനുശേഷം മോസറല്ല ചേർക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, കുറച്ച് ചാട്ട് മസാല, ഉപ്പ്, കുറച്ച് ഓണിയൻ, ക്യാപ്സിക്കം, വീണ്ടും കുറച്ച് ചിക്കൻ. പിന്നെ നമ്മുടെ മോസറല്ല ചീസ് വെച്ച് കൊടുക്കാം. മോസറല്ല ചീസ് കിട്ടാത്തതിൻ്റെ പേരിൽ ആരും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബ്രെഡ് പിസ്സയുടെ റെസിപ്പിയിൽ ഒരു വൈറ്റ് സോസിനെ കുറിച്ച് പറയുന്നുണ്ട്, ചീസിന് പകരം ഉപയോഗിക്കുന്ന. അത് ഉപയോഗിച്ച് നോക്കിയാൽ മതി. അത് നടുവിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കും. അതിനുശേഷം നമ്മുടെ ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ,
ചാട്ട് മസാല ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വെജീസ്, ചിക്കൻ ക്രംസ് അതെല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ഇഷ്ടമുള്ള അത്രയും ടൊമാറ്റോ സോസും മയണൈസും ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാൻ പിസയിൽ ചെയ്ത മാതിരി വേറൊരു പാനിൻ്റെ മുകളിലേക്ക് ഈ പാൻ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് ക്ലോസ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് മതിയാവും. നല്ല അടിപൊളി ലാവ പിസ്സ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.